നിങ്ങൾ വിചാരിക്കും KSF ഇത് സൗജന്യമായിട്ട് കൊടുത്തതാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് സൗജന്യമായിട്ട് കൊടുത്തതല്ല. ഈ തുക KSFയിലേക്ക് തിരിച്ചടവാണ്. ഇത് കേരളത്തിലുള്ള പ്രിയപ്പെട്ട ജനങ്ങളൊക്കെ തന്നെ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ ചെല്ലണം. അവർ ഇതിനോടകം എത്ര രൂപ KSFയിൽ തിരിച്ചടച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ എടുക്കണം. അങ്ങനെ കണക്കുകൾ എടുക്കുമ്പോൾ അന്ന് വാങ്ങിയിട്ടുള്ള അതേ തുക തിരിച്ചവർ KSFയിലേക്ക് അടച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് കൊടുത്തു എന്ന് പറയുന്ന 81.43 കോടി രൂപ എവിടെ പോയി പിണറായി വിജയ? എവിടെ പോയി പ്രിയപ്പെട്ട മുഖ്യമന്ത്രി? 81.43 കോടി രൂപ KSFക്ക് കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായ ലാപ്ടോപ്പ് മേടിക്കാനാണ് പറഞ്ഞതെങ്കിൽ എന്തിനായിരുന്നു തിരിച്ചടവ്? അങ്ങനെ അഖിൽമാരാറ് നമ്മളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദ്യാശ്രീ പദ്ധതി KSF ആകപ്പാടെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുകയാണ്. അഖിൽമാരാറ് പറയുന്ന കുറച്ച് ഭാഗങ്ങളൊന്നും നമുക്ക് കേട്ടു നോക്കാം. എങ്ങനെ നോക്കിയാലും കണക്കുകളൊന്നും നമുക്കൊന്നും ശരിയാകണില്ല. അങ്ങനെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ ഒരു തുക, അതായത് 81 കോടി രൂപയ്ക്ക് ചിലവഴിച്ചത് നമ്മൾ ഈ കോവിഡ് സമയത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടി, അതായത് അവരുടെ പഠനാന്തരമായിട്ട്, അതായത് അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ലാപ്ടോപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് KSFക്ക് കൊടുത്തു എന്നാണ് മുഖ്യമന്ത്രി പറയണത്. എന്നാലും അതിൻ്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ തെറ്റാണ്. പക്ഷെ എങ്കിൽ പോലും മുഖ്യമന്ത്രി അങ്ങനെ പറഞ്ഞു, കൊറോണ സമയത്ത് ഈ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ലാപ്ടോപ്പിന് വേണ്ടിയിട്ടുള്ള പൈസ KSF കൊടുത്തു. തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ KSFക്ക് നൽകിയ തുകയാണ്. സർക്കാർ 81.43 കോടി രൂപ KSFക്ക് നൽകി. ഇതുവഴി ആകെ 47,673 വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പുകൾ ആ ഘട്ടത്തിൽ നൽകാനുമായി. അങ്ങനെ ഇതിൻ്റെയൊക്കെ ഒരു കൂടുതൽ വിവരം കിട്ടാൻ വേണ്ടിയിട്ട് അഖിൽമാരാറ് KSFക്ക് മാനേജറെ ഒന്ന് വിളിച്ചു നോക്കി. അപ്പോൾ മാനേജറെ കിട്ടിയില്ല. ഈ KSFയുടെ മാനേജറെ PAനെയാണ് കിട്ടിയത്. അപ്പോൾ PA സംസാരിക്കണതിൻ്റെ കുറച്ച് വോയിസ് ക്ലിപ്പ് ഉണ്ട്. ആ വോയിസ് ക്ലിപ്പ് ഒന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഡോക്ടർ PA പറഞ്ഞോളൂ. എൻ്റെ പേര് അഖിൽമാരാണെന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഈ KSF വിദ്യാശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ലാപ്ടോപ്പ് വിതരണം നൽകിയതുമായി ഞാൻ സോഷ്യൽ മീഡിയ വഴി ഒരു സംശയം ഉന്നയിക്കുകയും ഇന്നലെ മുഖ്യമന്ത്രി അതിനൊരു മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ഈ വിദ്യാശ്രീ പദ്ധതി വഴി ഗവൺമെന്റ് സൗജന്യമായിട്ടാണോ കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തത് എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. വിദ്യാശ്രീ പദ്ധതി വഴി ചിട്ടിയല്ലേ കൊടുത്തത് ആക്ച്വലി? അതായത് അല്ല, അതിന്റെ കറക്റ്റ് കാര്യം അറിയാനാണ് ഞാനൊന്ന് വിളിച്ചത്. എനിക്കത് വിദ്യാശ്രീ പദ്ധതി കാര്യം വെബ്സൈറ്റിലോ കാര്യങ്ങളോ ഒന്നും ഇത് അവൈലബിൾ അല്ല. വിദ്യാശ്രീ പദ്ധതി വഴി KSF കൊടുത്തത് ലാപ്ടോപ്പ് അതിന്റെ ഡീറ്റെയിൽസ് ആണ് അറിഞ്ഞത് അല്ലേ? അതായത് നമ്മളിപ്പം സപ്പോസ് ഇപ്പൊ 20,000 ലാപ്ടോപ്പ് മേടിക്കാൻ കൊടുത്തെങ്കിൽ അത് സൗജന്യമായി കൊടുത്ത തുകയാണോ അതോ തിരിച്ചു മാസം അടവുകളുണ്ടോ? വാർത്തയിലൊക്കെ കിടക്കുന്നത് പല ആൾക്കാരും തിരിച്ച് അടച്ചു, ഞാൻ 6,000 രൂപ അടച്ചു, 7,000 രൂപ അടച്ചു. അത് മാസം തോറും 500 രൂപ വെച്ച് അടയ്ക്കുന്ന സ്കീമായിരുന്നു. അത് 15,000 രൂപ അടച്ചാൽ മതി. അപ്പൊ സാറേ ഒരു ചെറിയ സംശയം, അപ്പം ഈ ഗവൺമെന്റ് അപ്പൊ എന്തിനാണ് KSFക്ക് പൈസ തരുന്നത്? കാരണം ആക്ച്വലി ഗവൺമെന്റ് തന്ന പൈസയല്ല, അത് KSFയുടെ പൈസയാണ്. അല്ല, മുഖ്യമന്ത്രി ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഗവൺമെന്റ് ആ ഒരു ഭാഗം തെറ്റാണ്. ഗവൺമെന്റ് തന്നതല്ല, അത് KSFയുടെ പദ്ധതിയാണ്. ഈ തുക കോവിഡ് കാലത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനാവശ്യത്തിനായി ലാപ്ടോപ്പ് വാങ്ങാൻ KSFക്ക് നൽകിയ തുകയാണ്. കേട്ടില്ലേ? അപ്പോൾ KSFത്തെ മാനേജർ PA സംസാരിച്ചതും കേട്ടു. അപ്പോൾ അതേമാതിരി മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് നമ്മളിപ്പോൾ കേട്ടു. പക്ഷെ ഇതിലിപ്പോൾ ആര് പറയണത് അപ്പോൾ നമുക്ക് ശരിയാണത്? വിദ്യാശ്രീ പദ്ധതിയിലൂടെ ഇപ്പോൾ KSFക്ക് പൈസ കൊടുത്തു എന്ന് മുഖ്യമന്ത്രി പറയണു. അത് അങ്ങനെ കിട്ടിയിട്ടില്ല, അത് പറഞ്ഞത് തെറ്റാന്ന് KSF എന്നും പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാന്ന് KSF എന്നും പറയണു. അപ്പോൾ അതിപ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷനാണ്. ഒരു ക്ലാരിറ്റി ഇപ്പോഴും വ്യക്തമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഇങ്ങനത്തെ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോൾ അത് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പദ്ധതികൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഇതിപ്പോൾ ഈ കൊറോണ സമയത്ത് സ്കൂളിലേക്കൊന്നും പോകാൻ പറ്റാത്ത സമയത്തൊക്കെയാണ് ഇപ്പോൾ ഈ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടിയിരുന്നത്. പക്ഷേ ഇത് കൊറോണ കഴിഞ്ഞ്, അതായത് 2021 ലാസ്റ്റിലേക്കൊക്കെയാണ് ഈ ഒരു പദ്ധതിയൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ സമയത്ത് ഇപ്പോൾ ലാപ്ടോപ്പോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നും ഒരു ആവശ്യവുമില്ല. കാരണം ആ സമയത്തൊക്കെ കുട്ടികൾ സ്കൂൾക്ക് പോകാൻ തുടങ്ങിയ സമയമാണ്. പിന്നെ ഇപ്പോൾ ഈ ഒരു പദ്ധതി കൊണ്ടൊരു ഉപകാരം ഉണ്ടായിട്ടില്ല.
പിന്നെ ഇപ്പോൾ ഈ ഒരു പദ്ധതി കൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുമില്ല. പിന്നെ ഈ പദ്ധതി കൊണ്ട് വന്നിട്ടുള്ള ലാപ്ടോപ്പ് കൊണ്ടും എന്താണ് കുട്ടികൾക്ക് ഉപകാരം ഉണ്ടായിട്ടില്ല. കാരണം ചില ലാപ്ടോപ്പൊന്നും ഓണാകണില്ല എന്ന് പറയുന്നു. പിന്നെ ചില ലാപ്ടോപ്പ് ഒരാഴ്ച കഴിയുമ്പോൾ കംപ്ലൈൻ്റ് ആണ്. അങ്ങനെ അതുകൊണ്ടും ഇപ്പോൾ ഉപകാരങ്ങളൊന്നുമില്ല. പിന്നെ കുറേ ഫാമിലികൾ പറയുന്നത് തിരിച്ചടവ്. ഈ തിരിച്ചടവ് ഉള്ളതിനാണ് പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഇതൊക്കെ എടുത്ത് കൊടുത്തിക്കണമെന്ന് നമുക്ക് പറയേണ്ടത്. അത് പറയേണ്ട ആവശ്യമല്ല. കാരണം ഒരു പദ്ധതി കൊടുന്നു, ആ പദ്ധതി കൊണ്ടുമ്പോൾ ഒന്നല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പൈസ ആയിരിക്കണം. ഇതിപ്പോൾ ഗവൺമെൻറ് പൈസയിൽ നിന്നാണ് ഇത് മേടിച്ച് കൊടുത്തിക്കണമെന്ന് പറയണു. പക്ഷേ KSFE എന്ന് പറയണു അങ്ങനെ ഒരു പൈസ കിട്ടിയിട്ടില്ല. അത് മുഖ്യമന്ത്രി പറഞ്ഞത് തെറ്റാണെന്നും പറയണു. ഓക്കെ. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്നത് ജനങ്ങൾ. ഈ ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങളാണെങ്കിൽ ഇത് അടച്ചുകൊണ്ടിരിക്കണമുണ്ട്. ഈ ഓരോ ലാപ്ടോപ്പിനും മാസം 500 രൂപ വെച്ചിട്ട് എന്ത് ചെയ്തിരിക്കണം ഇവരടക്കുന്നത്. 10-17 റുപ്യ എന്തൊക്കെയാണ് ലാപ്ടോപ്പിന് വില വന്നിക്കുന്നത്. പക്ഷെ അതിൻ്റെ പൈസ ഓരോ മാസങ്ങളും എന്താണ് ഈ ഓരോ കസ്റ്റമർ, അതായത് ഓരോ കുടുംബങ്ങളും ആ ലാപ്ടോപ്പിൻ്റെ പൈസ മാസം അടക്കണമുണ്ട്. ഇവിടെ ഇപ്പോൾ ഏത് പാർട്ടിക്കാർ ഭരിക്കുകയാണെങ്കിലും ഇപ്പോൾ അത് ഇടതാണെങ്കിലും വലതാണെങ്കിലും ഒക്കെ ഭരിക്കുകയാണെങ്കിലും ജനങ്ങൾക്ക് പ്രയോജനമായിട്ടുള്ള പദ്ധതികളെ കൊണ്ടുവരിക. അല്ലാതെ ജനങ്ങൾക്ക് ഉപകാരമില്ലാതെ വെറുതെ നമ്മളെ ഖജനാവത്തെ പൈസയും അല്ലെങ്കിൽ സാധാരണക്കാരുടെ നികുതി പൈസയൊന്നും കളയാനായിട്ടൊന്നും ഇങ്ങനത്തെ ഓരോ പദ്ധതികൾ കൊണ്ടുവരരുത്. ഇപ്പോൾ ആ ലാപ്ടോപ്പ് കൊണ്ട് ആർക്കും ഉപകാരമില്ല. ഇതൊക്കെ അപ്പോൾ വീട്ടിൽ മൂലയിൽ കിടക്കുന്നുണ്ടാവും ആ ലാപ്ടോപ്പ്. കാരണം വാങ്ങിയ ദിവസം മുതൽ അത് ഓണാണില്ല. അതിലേക്ക് ഒരാഴ്ച കഴിയുമ്പോൾ അതിൻ്റെ ബട്ടണുകൾ കംപ്ലൈൻ്റ് ആണ്, സ്വിച്ച് ഓൺ ആകണില്ല എന്നൊക്കെ പറയണു ഓരോ കുടുംബങ്ങൾ. അപ്പോൾ ആ ഒരു പദ്ധതി കൊണ്ട് ആർക്കപ്പോൾ ഉപകാരം ഉണ്ടെന്ന് ഇപ്പം എന്നാൽ ഓരോ വീട്ടുകാരും അതിൻ്റെ അടവ് അടച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സാധാരണക്കാർ ഇപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു പദ്ധതി കൊണ്ട് ഒരു സർക്കാർ നല്ല കാര്യം ചെയ്തിക്കണമെന്ന് പറയുന്നത്? ഇതാണ് നമ്മളെ സർക്കാരിനോട് ഒരു വിശ്വാസം ഇല്ലാതെ ആകുന്നത്. കിട്ടിയ പൈസ കൊണ്ട് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ അത് ഉപകാരത്തിൽപ്പെടണം. സർക്കാർ ചെയ്ത് കൊടുക്കണ കാര്യങ്ങൾ ഉപകാരത്തിൽ പെടാത്തത് കൊണ്ടാണ് ഇപ്പോൾ അഖിൽമാരാർ പോലുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഇങ്ങനെ പറയണത്. അത് എന്താണ് അഖിലിന് മാത്രമായിട്ടുള്ള അഭിപ്രായങ്ങൾ, പല ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് ഇതേമാതിരി സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ തീർത്ത് കൊടുക്കേണ്ടത് നമ്മളെ മുഖ്യമന്ത്രി തന്നെയാണ്. കറക്റ്റായിട്ട് ക്ലാരിറ്റിയോട് കൂടി എന്ത് ചെയ്യണം ഇതിനുള്ള ഓരോ മറുപടികൾ എന്താണ് നമ്മളെ മുഖ്യമന്ത്രി തരണം. അല്ലാതെ ഇത് പറയണവരെ വായ അടപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഇതിങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഈ അഖിൽ പറയണത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അഖിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനെ ഓരോ വ്യക്തികളും ഇതേമാതിരി സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ ഒരാൾ പറഞ്ഞു വിചാരിച്ചാൽ ആ ആളെ വായ മൂടിക്കെട്ടാതെ ഉള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് കറക്റ്റ് തെളിവോട് കൂടി മുഖ്യമന്ത്രി സംസാരിക്കുക.